അല്ലാഹു അക്ബർ എന്ന ആ ഒരു ധ്വനി യഥാർത്ഥത്തിൽ എത്ര ഇബാദത്തുകളുടെ കൂടെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. നിസ്കാരം എടുക്കാൻ നമുക്ക് നമസ്കാരത്തിന് സമയമായി എന്ന് നമ്മൾ അറിയുന്നത് തന്നെ അല്ലാഹു അക്ബർ എന്ന വിളി നമ്മൾ കേൾക്കുമ്പോഴാണ്. നമസ്കാരം തുടങ്ങാൻ പോവുകയാണെന്ന ഇഖാമത്തിന്റെ തുടക്കം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞവൻക്ക് ആ നമസ്കാരം തന്നെയും കിട്ടുകയുള്ളൂ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അവിടുന്ന് അങ്ങോട്ട് നമസ്കാരം ആരംഭിച്ച് കഴിഞ്ഞ് അതിലെ സുജൂദിലേക്ക് പോകുന്നു, റുക്കോയിലേക്ക് പോകുന്നു, എവിടേക്ക് പോകുമ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്നു ഇഅ്തിദാൽ ഒഴികെ അല്ലാഹു അക്ബർ എന്ന്. പെരുന്നാളുകൾ എടുക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ആവർത്തിച്ച് പോഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ കഴിഞ്ഞ് 30 ദിവസത്തെ വ്രതശുദ്ധി നമ്മൾ നേടിയതിന് നന്ദി സൂചകമായി കൊണ്ട് റഹ്മാനായ റബ്ബ് നമ്മളോട് പറഞ്ഞു, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഈ ഹിദായത്ത് നൽകിയ റബ്ബിനെ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണമെന്നാണ്. ബലി പെരുന്നാളിന് പ്രത്യേകിച്ച് അയ്യാമുത് തശ്രീഖിന്റെ അസ്ർ നമസ്കാരം വരെയും നമ്മളോട് പ്രത്യേകം ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ദിക്ർ അല്ലാഹു അക്ബർ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പോയി തന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപക്കറകളും കഴുകിക്കളഞ്ഞ് ഒരു ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് എത്രത്തോളം പാപപരിശുദ്ധമായ അവസ്ഥയിലാണ് പോകുന്നത്, അതുപോലെയാകാൻ നമ്മെ പര്യാപ്തമാക്കുന്ന ഹജ്ജിന്റെ കർമ്മവേളകളെ കുറിച്ച് പറയുമ്പോഴും റഹ്മാനായ റബ്ബ് ആവർത്തിച്ച് നമ്മളോട് ഉരുവിടാൻ പറഞ്ഞത് അല്ലാഹു അക്ബർ എന്നാണ്. മാത്രമല്ല രാപ്പകൽ ഭേദമെന്നെ നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. രാവും പകലും വ്യത്യാസമില്ലാതെ ഒരു വിശ്വാസി അറിഞ്ഞോ അറിയാതെയോ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തെ അല്ലാഹു അക്ബർ എന്ന ഒരു ദിവസം നമ്മൾ എത്ര തവണയാണത് പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. 2 റക്അത്തുള്ള നമസ്കാരമാണെങ്കിൽ 2 റക്അത്ത് ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ 11 തവണയാണ് ആ മനുഷ്യൻ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. വേറൊരു ദിക്റിനും അത്ര വേറെ വരില്ല, അത്രയും എണ്ണം നമ്മൾ പറയുന്നില്ല. 4 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ 22 തവണയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന മനുഷ്യൻ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. 5 നേരത്തെ നിർബന്ധമായ നമസ്കാരം കഴിയുമ്പോഴേക്കും 94 തവണ ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി 5 നേരം നമസ്കാര വേളക്ക് ശേഷം 33 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു മനുഷ്യനും 165 തവണ ആ മനുഷ്യൻ പറയുന്നുണ്ട്. നമസ്കാരത്തിലൂടെ മാത്രം ഒരു മനുഷ്യൻ 259 തവണ ചൊല്ലുന്നുണ്ട്. പിന്നെ റവാത്തിബ് നമസ്കരിക്കുമ്പോൾ അത് വേറെയും, തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ അത് വേറെയും, ദുഹാ നമസ്കരിക്കുമ്പോൾ അത് വേറെയും, തഹിയ്യത്ത് നമസ്കരിക്കുമ്പോൾ അത് വേറെയും. അങ്ങനെ അവൻ കിടക്കപ്പായിലേക്ക് പോയി കിടക്കുമ്പോൾ അവിടെയും പറഞ്ഞു അല്ലാഹു അക്ബർ 34 തവണ ചൊല്ലാൻ. രാവിലെ എണീറ്റത് മുതൽ കിടക്കപ്പായിലേക്ക് പോകുമ്പോൾ അവസാനത്തെ വാക്ക് വരെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ചുരുങ്ങിയത് സുഹൃത്തുക്കളെ 300 ചില്ലാനത്തിനപ്പുറത്താണ് ഒരു മനുഷ്യൻ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. എങ്കിൽ എന്താണ് നമ്മൾ ഈ പറയുന്നത്? കേവലം ഒരു അധര വ്യായാമം കണക്കെ പറഞ്ഞു തീർക്കേണ്ട ഒന്നാണോ അത്? ഞാൻ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടു, അതുകൊണ്ട് ചൊല്ലുക എന്നതിനപ്പുറത്ത് എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? ഒരു വിശ്വാസി ഇത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തത് ചൊല്ലാൻ അല്ലാഹ് നിർബന്ധമായും ഐച്ഛികമായി നമ്മളോട് താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തേ, അതൊരു കേവലമായ വാക്കല്ല, അതൊരു കേവലമായ വ്രതാവിലുള്ളൊരു വാചകമല്ല, അത് എന്തെങ്കിലും കൊണ്ട് നമ്മൾ പറയുന്ന വാക്കല്ല, ഒരു ജാതവിളിയിലൂടെ കടന്നു വരേണ്ട ഒന്നല്ല. എതിർകക്ഷിയെ അടിച്ചമർത്തുമ്പോൾ പ്രഖ്യാപിക്കുന്ന ഒരു അല്ലാഹു അക്ബർ എന്നൊരു ധ്വനിയല്ല, മറിച്ച് അതിന്റെ പിന്നിൽ ആശയമുണ്ട്, അതിന്റെ പിന്നിൽ ആദർശമുണ്ട്, അതിന്റെ പിന്നിൽ ഒരു തീരുമാനമുണ്ട്, അതിന്റെ പിന്നിൽ ഒരു ജീവിത ക്രമമുണ്ട്, അതിന്റെ പിന്നിൽ ചില പ്രഖ്യാപനങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, എന്താണ് ഈ വാക്കിലൂടെ സംഭവിക്കുന്നത്? തജ്ദീദുൻ ലിഅഹ്ദിൽ ഈമാൻ, അവന്റെ ഈമാൻ എന്ന റബ്ബിന് കൊടുത്ത ഏറ്റവും വലിയ കരാറിനെ അവൻ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്.
അള്ളാഹുവിനെ താൻ കൊടുത്ത ഒരു കരാറുണ്ട് കൂട്ടരെ. ഞാനും നിങ്ങളും ഈ ഭൂമി ലോകത്ത് വരുന്നതിന് മുൻപ് റഹ്മാനായ റബ്ബിന് കൊടുത്തൊരു കരാറുണ്ട്. പടച്ചോരെ, നിന്നെ മാത്രം നീയല്ലാതെ ഒരു അഭയം എനിക്കില്ല, നീയല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല എന്ന ഒരു കരാറുണ്ട്. ആ കരാർ നിരന്തരമായി നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നതനും മഹാനും പ്രതാപിയുമായ റഹ്മാനായ റബ്ബിനോടുള്ള ഒരു മുസ്ലിമിന്റെ അറ്റാച്ച്മെന്റ് ആണത്, കണക്ഷനാണത്, ബന്ധമാണത്. അതവൻ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നതാണ്. അതുകൊണ്ട് സഹോദര, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ നാം ആദ്യമായി കൊണ്ട് അംഗീകരിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹു അവൻ വലിയവനാണെന്ന് നമ്മൾ പറയുമ്പോൾ അല്ലാഹു അസ്തിത്വം കൊണ്ട് അവൻ വലിയവനാണ് എന്നാണ്. അല്ലാഹുവിനേക്കാൾ വലിയവനായി വേറെ ആരുമില്ല. അല്ലാഹുവിനോട് കടപിടിക്കുന്നൊരുത്തന് പോലുമില്ല. അല്ലാഹുവിനെ പോലെ വേറെ ആരുമില്ല. അത് ബോധ്യപ്പെടാൻ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. റഹ്മാനായ റബ്ബ് എവിടെ എന്ന ചോദ്യത്തിന് തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നതല്ല ഒരു വിശ്വാസിയുടെ മറുപടി. അല്ലാഹു ഫിസ്സമാ, അവൻ ആകാശത്താണ്. ഏതാകാശത്ത്? ഏഴാനാകാശത്തിനും അപ്പുറത്ത് അർശിലാണ് റഹ്മാനായ റബ്ബുള്ളത്. അർ-റഹ്മാനു അലൽ അർശിസ്തവാ. റഹ്മാനായ റബ്ബ് അല്ലാഹു ഉണ്ടാക്കിയ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയായ അർശിന്റെ മുകളിലാണുള്ളത്. ശരി, ഇനി ഓരോ ആകാശങ്ങൾക്കും ഇടയിലുള്ള അന്തരം എത്രയാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ 500 വർഷത്തെ വഴിദൂരമുണ്ട്. 500 വർഷത്തെ വഴിദൂരമുണ്ട് ഓരോ ആകാശങ്ങൾക്കും ഇടയിലും. അങ്ങനത്തെ 7 ആകാശവും കഴിഞ്ഞ് അതിനുമുപരിയിലുള്ള അർശിലാണ് റഹ്മാനായ റബ്ബുള്ളത്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഏറ്റവും നല്ല ആയത്തേതാ, ഏറ്റവും ഉന്നതമായ ആയത്തേതാ? അള്ളാന്റെ റസൂലിന്റെ മറുപടി ആയത്തുൽ കുർസി. കുർസിയെ കുറിച്ച് വിശദീകരിക്കുന്ന ആയത്താണ്. എന്താണ് ആ കുർസി? നമ്മളെല്ലാവരും പോയി തീർക്കുന്ന വാക്കാണ്. വസിഅ കുർസിയുസ് സമാവാതി വൽ അർള. ആകാശഭൂമികളോളം വിശാലമായതാണ്, അതിനൊക്കെ ഉൾക്കൊള്ളുന്നതാണെന്ന് പറഞ്ഞു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിനെ സുന്ദരമായി കൊണ്ട് വിശദീകരിച്ചു. മസ്സമാവാതു സബ്ഉ ഫിൽ കുർസിയി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ബിഅർളി ഫലാ. അഥവാ ഒരു വിജനമായ ഭൂമിയിൽ, ഒരു വിജനമായ ഒരു മരുഭൂമിയുടെ സെന്ററിൽ കൊണ്ടുപോയിട്ട് ഒരു മോതിരമോ ഒരു വളയോ കൊണ്ടുപോയിട്ടാൽ എത്ര ഉണ്ടാകുക സുഹൃത്തുക്കളെ? ആ മോതിരവും ആ നോക്കത്താ ദൂരത്തേക്ക് വിശാലമായി കിടക്കുന്ന മരുഭൂമി തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? അത്രയുണ്ടാകും. 7 ആകാശങ്ങളും ഭൂമിയും മുഴുവൻ കൊണ്ടുപോയി അള്ളാഹുവിന്റെ കുർസിയിൽ കൊണ്ടുപോയി വെച്ചാലെന്നാണ്. അള്ളാഹുവിന്റെ കുർസി, അള്ളാഹുവിന്റെ കുർസിയിൽ ഈ ആകാശങ്ങളും ഭൂമികളും മുഴുവൻ കൊണ്ടുപോയി വെച്ചാലും പ്രവിശാലമായി പാരാവാരം കടക്കുന്ന ഒരു മരുഭൂമിയുടെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചൊരു വളയുടെ പോലെ, മോതിരത്തിന്റെ പോലെ ഉണ്ടാകുള്ളൂ. എത്രയാണ് ആ കുർസി? എത്രയാണ് ആ കുർസി? ഇനി ആ കുർസിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്നറിയോ? മൗദിഉൽ ഖദമൈൻ, അല്ലാഹു തന്റെ പാദം വെക്കുന്ന സ്ഥലമാണ്. എന്താണ്? എന്നിട്ട് വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫളലുൽ അർശി അലൽ കുർസിയി കഫളലി തിൽകൽ ഫലാത്തി അലാ തിൽകൽ ഹൽഖ. ഇതുപോലെ തന്നെ അന്തരമുണ്ട്. എന്ത്? ഈ കുർസിയെ കൊണ്ടുപോയി അർശിൽ വെച്ചാലും നേരത്തെ പറഞ്ഞതുപോലെ മരുഭൂമിയിൽ കൊണ്ടുപോയി വെച്ചൊരു വള പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ എത്രയാണ് ആ അർശ്? ആ അർശിന്റെ വലിപ്പം എത്രയാണ്? ആ അർശും നമ്മളും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് സഹോദര? ആ അർശിലാണ് റഹ്മാനായ റബ്ബ് എന്ന് പറയുമ്പോൾ റഹ്മാനായ റബ്ബിന്റെ വലിപ്പം എത്രയാണ്? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ സഹോദര, നാം പ്രഖ്യാപിക്കുന്ന വാചകം അതാണ്. വലിയവനാണ് എന്റെ റബ്ബ്, ഏറ്റവും ഉന്നതനാണ് എന്റെ റബ്ബ്. ആ റഹ്മാനായ റബ്ബിന്റെ വലിപ്പം എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാൻ പോലും കഴിയില്ല എന്നാണ്. ജൂതന്മാരുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആയത്ത് ഞാൻ ആമുഖമായി കൊണ്ട് ഓതിവെച്ച സൂറത്ത് സുമറിലെ 67 വമാ ഖദറുല്ലാഹ് ഹഖ്ഖ ഖദരി. അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ മഹത്വം അവർക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. കൂട്ടരെ, നമ്മളെ കുറിച്ചിട്ടാണോ അതാരും പറയുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. എത്രയോ തവണ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലേക്ക് റഹ്മാനായ റബ്ബിന്റെ വലിപ്പം കടന്നു വന്നിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് ചെറിയൊരു സാമ്പിൾ പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹിന്റെ വലിപ്പം മനസ്സിലാക്കാൻ. വൽ അർദു ജമീഅൻ ഖബ്ലതുഹു.
ഈ ഭൂമി ഉണ്ടല്ലോ അത് മുഴുവനും റഹ്മാനായ റബ്ബിന്റെ കൈ കുമ്പിളിൽ ഒതുങ്ങുമെന്നാണ്. എന്ന് നാളെ പരലോകത്ത് അന്ത്യനാള് സംഭവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു കയ്യിൽ ഒതുങ്ങുന്നത് സഹോദര, ഒരു പിടുത്തത്തിൽ ഒതുങ്ങുന്നത് ഈ ഭൂമി മുഴുവൻ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലതു കൈയിൽ ആകാശങ്ങളെ മുഴുവനും ചുരുട്ടി പിടിക്കുമെന്നാണ്. ഇപ്പോഴും അതിന്റെ അതിർവരമ്പ് കാണാൻ കഴിയാത്ത വിശാലമായി കിടക്കുന്ന ആകാശങ്ങളെ മുഴുവനും തന്റെ വലത് കൈകളിൽ പിടിക്കാൻ മാത്രം, ചുരുട്ടി പിടിക്കാൻ മാത്രം വലിയവനാണ് എന്റെ റബ്ബെന്ന ഒരു ഭാഗം സഹോദര അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. അതാണ് ഒന്നാമത്തത്. അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒന്ന്, എന്റെ റബ്ബ് അവൻ ഏറ്റവും വലിയവനാണ് എന്നാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? എല്ലാ വിശേഷണങ്ങളിലും അവനാണ് ഏറ്റവും വലുത് എന്നതാണ്. എന്റെ റബ്ബ് ഏറ്റവും കാരുണ്യമുള്ളവനാണ്. കാരുണ്യം എന്ന സിഫത്ത് വിശേഷണം പടച്ചറബ് ഒരുപാട് തവണ പറയുന്നുണ്ട്. അത് കുറച്ച് കാരുണ്യമല്ല, കാരുണ്യം ചൊരിയുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യം എന്റെ റബ്ബിനാണുള്ളത്. അർഹമുർ റഹീമീൻ, അവൻ കാരുണ്യം ചൊരിയുന്നവരിൽ ഏറ്റവും നന്നായി കാരുണ്യം ചൊരിയുന്നവനാണ്. ശിക്ഷ കൊടുക്കും പടച്ചറബ്, പക്ഷെ ആ ശിക്ഷയിൽ ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നവനാണ് റബ്ബ്. അവനെ പോലെ ശിക്ഷിക്കാൻ വേറൊരാൾക്കും കഴിയില്ല. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അവനെ പോലെ ശിക്ഷിക്കുന്ന വേറൊരാളുമില്ല എന്നാണ്. അല്ലാഹുവിന്റെ കേൾവിയെ പോലെ കേൾക്കാൻ വേറെ ആർക്കും കഴിയില്ല. അല്ലാഹുവിന്റെ കാഴ്ചയിൽ അവൻ ഏറ്റവും ടോപ്പാണ്. അല്ലാഹുവിന്റെ കാഴ്ചയിൽ അവൻ ഏറ്റവും ടോപ്പാണ്. അല്ലാഹുവിന്റെ അറിവിൽ അവൻ ഏറ്റവും വലിയവനാണ്. യഅലമുൽ ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നാം എന്തെങ്കിലും ഒളിപ്പിക്കുന്നത് പോലും, മനസ്സിന്റെ പ്രതലത്തിൽ വന്ന ഒരു ചിന്തയെ പോലും സസൂക്ഷ്മം അറിയുന്നവനാണ് അവൻ. ആയിരങ്ങളും പതിനായിരങ്ങളും കോടിക്കണക്കിന് മനുഷ്യന്മാർ നീണ്ടു നിരക്കുന്ന ഒരു നിരയിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒന്ന് കണ്ണൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിച്ചാൽ പോലും അറിയുന്നവനാണ് റഹ്മാനായ റബ്ബ് എന്ന് പറയുമ്പോൾ അറിവിൽ അവനാണ് വലുത്, കേൾവിയിൽ അവനാണ് വലുത്, കാഴ്ചയിൽ അവനാണ് വലുത്, അല്ലെ? എല്ലാറ്റിലും അവനാണ് വലുത് എന്ന് പറയുമ്പോൾ അവൻ കാണുന്നത് പോലെ കാണാൻ വേറെ ആർക്കും കഴിയില്ല. അവൻ കേൾക്കുന്നത് പോലെ കേൾക്കാൻ വേറെ ആർക്കും കഴിയില്ല. അവൻ അറിയുന്നത് പോലെ അറിയാൻ വേറൊരാൾക്കും അറിയില്ല എന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അല്ലാഹു വലിയവനാണെന്ന് മാത്രമല്ല, എനിക്ക് വലുത് അല്ലാഹുവാണ്. എനിക്ക് വലുത് അല്ലാഹുവാണ് എങ്കിൽ അല്ലാഹുവിലേക്ക് മാത്രമേ ഒരാൾ അഭയം പ്രാപിക്കാവൂ സഹോദര. അല്ലാഹു അക്ബർ എന്ന് ഒരു ദിവസം 10-300 തവണ പറഞ്ഞിട്ട് ഒരു കയ്യിൽ ഒരു ഉറുക്ക് അവൻ കെട്ടില്ല. 10-300 തവണ ഒരു ദിവസം അല്ലാഹു അക്ബർ എനിക്ക് വലുത് എന്റെ റബ്ബാണെന്ന് പറയുമ്പോൾ അവൻ പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ആ റബ്ബിനെ മറന്ന് ഉറുക്കിലേക്ക് അവൻ പോകൂല, ജാറച്ചിലേക്ക് അവൻ പോകൂല, മറ്റു പല സഹായങ്ങളിലേക്ക് അവൻ പോകൂല. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അവനിൽ പരമേൽപ്പിച്ച് മുന്നോട്ട് പോകും വിശ്വാസികൾ. അതിനെന്ത് വേണമെന്നറിയോ? ഈ ഒരു അറിവ് അവർക്ക് ഉണ്ടാകണം. ആരാണ് എന്റെ റബ്ബ്, എന്റെ റബ്ബിന്റെ മഹത്വം എന്താണ് എന്ന്, അല്ലെ? അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യൻ സഹോദര എന്തിനും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അവൻ മുൻഗണന കൊടുക്കുമെന്നാണ്. തന്റെ മാതാപിതാക്കളെക്കാൾ, തന്റെ ഭാര്യയേക്കാൾ, തന്റെ മക്കളെക്കാൾ, തന്റെ ഇണയേക്കാൾ, തന്റെ സമ്പത്തിനേക്കാൾ, തന്റെ കച്ചവടത്തേക്കാൾ എല്ലാറ്റിനേക്കാൾ അവന് പ്രാമുഖ്യം കൊടുക്കുക അള്ളാഹുവിനായിരിക്കുമെന്നാണ്. നമ്മൾ അങ്ങനെയാണോ എന്ന് സഹോദര ആലോചിക്കണം. നമ്മുടെ ഇച്ഛകളും നമ്മുടെ മനസ്സിന്റെ കൊതികളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നു. പക്ഷെ റഹ്മാനായ റബ്ബിന്റെ ഓർഡർ അതിനെതിരാണെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് 10-300 തവണ ചൊല്ലുന്ന ഒരു മനുഷ്യനോട്, മനുഷ്യർക്ക് ആ ചൊല്ലി തീർത്ത് ഒരു തവണയെങ്കിലും ചൊല്ലിയതിനോട് കൂറുണ്ടെങ്കിൽ സഹോദര അവൻ ഒരിക്കലും തന്റെ നഫ്സിന്റെ ഇച്ഛകൾക്ക് പിന്നാലെ പോകൂല എന്നാണ്. തന്റെ ആഗ്രഹങ്ങളല്ല വലുത്, റഹ്മാനായ റബ്ബിന്റെ ആഗ്രഹങ്ങളാണ് എന്നതാണ്. അള്ളാഹുവിന്റെ വിധികളെയും അവന്റെ വിലക്കുകളെയും അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലംഘിക്കാൻ പാടില്ല. അവനൊരിക്കലും പിന്നെ റബ്ബ് വിലക്കിയ പലിശയിലേക്ക് അവന് പോകില്ല. റഹ്മാനായ റബ്ബ് ഹറാം എന്ന് വിശേഷിപ്പിച്ചതൊന്നും കാണൂല, കേൾക്കൂല, പറയൂല, ആസ്വദിക്കൂല. ഹറാമിലൂടെ റഹ്മാനായ റബ്ബിനെ
സമ്പാദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് മനസ്സ് തട്ടി പറഞ്ഞതിന് എന്തെങ്കിലും ഒരു കൂറുണ്ടെങ്കിൽ, അതിനൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ, എന്റെ റബ്ബാണ് എനിക്ക് വലുതെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ റബ്ബിന് ഞാൻ ഹറാമിലൂടെ സമ്പാദിക്കുന്ന ഇഷ്ടമില്ല എന്ന് അറിയുന്നുവെങ്കിൽ അതിൽ നിന്നും നമ്മൾ മാറി നിൽക്കും. എന്റെ റബ്ബാണ് എനിക്ക് വലുത്, അവന്റെ ദീനാണ് എനിക്ക് വലുത്, അവന്റെ അധ്യാപനങ്ങളാണ് എനിക്ക് വലുത്. അതല്ലാതെ മാറി മാറി വരുന്ന ഫാഷനുകളല്ല, മാറി മാറി വരുന്ന മോശമായ സംസ്കാരങ്ങളല്ല. അല്ല സുഹൃത്തെ, ഏത് സംസ്കാരങ്ങൾ മാറി മാറി വന്നാലും അള്ളാഹു പഠിപ്പിച്ച ഒരു സംസ്കാരമുണ്ട് അവൻക്ക്. അവന്റെ ഭാഷയിൽ, അവന്റെ നടത്തത്തിൽ, അവന്റെ ഇരുത്തത്തിൽ, അവന്റെ വസ്ത്രത്തിൽ, അവന്റെ ജോലിയിൽ, അവന്റെ എല്ലാ ജീവിതത്തിന്റെ മുച്ചൂട് മേഖലകളിലും ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തൊരു സംസ്കാരമുണ്ട്. ലോകത്തെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ് അവന്റെ മനസ്സിലേക്ക് പകർന്നു കൊടുത്തൊരു ഇസ്ലാമിക മൂല്യ സംസ്കാരങ്ങളെ നെഞ്ചോട് ചേർത്തിട്ട് പറയും, അല്ലാഹു അക്ബർ. എനിക്ക് വലുത് എന്റെ ഇസ്ലാമിന്റെ മൂല്യങ്ങളാണ്, എനിക്ക് വലുത് എന്റെ റബ്ബാണ്. എനിക്ക് വലുത് എന്റെ റബ്ബാണെങ്കിൽ ആ റബ്ബ് പഠിപ്പിച്ചിടത്ത് ഞാനുണ്ടാകും. ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ കുത്തിനോവിച്ചാലും, ആരൊക്കെ നമ്മളോട് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വലുത് എന്റെ റബ്ബാണ് എന്നതാണ് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദര, അല്ലാഹു അക്ബർ എന്ന വാചകം കേവലം നാവിൻ തുമ്പത്ത് അവസാനിക്കുന്നതിന് പകരം ഹൃത്തടത്തിലേക്ക് ചേർത്ത് വെച്ച് ചൊല്ലുന്ന അല്ലാഹു അക്ബർ എന്ന ആ വാചകത്തിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ അതിലൂടെ കടന്നു വരുന്ന ആദർശം എന്താണ് എന്നും ജീവിതക്രമം എന്താണ് എന്നും ഒക്കെയാണ് സൂചിപ്പിച്ചത്. സുഹൃത്തുക്കളെ, മനസ്സ് തട്ടിയിട്ടാണ് നാം പറഞ്ഞതെങ്കിൽ, അല്ലാഹു അക്ബർ എന്ന ആശയ തീരത്തിലേക്ക് അടുത്തിട്ടാണ് നമ്മളത് പറഞ്ഞതെങ്കിൽ, ഈ ഭൂമി ലോകത്ത് നമ്മളായിരിക്കും ഏറ്റവും വലിയ ആശ്വാസത്തിൽ ജീവിക്കുന്നവർ. ഏറ്റവും വലിയ സമാധാനപൂർണമായ ലൈഫ് നമുക്കായിരിക്കും ഉണ്ടാവുക. ആളുകൾ നെട്ടോട്ടമോടുകയാണ് ടെൻഷൻ ഫ്രീ ലൈഫിന് വേണ്ടി. പക്ഷെ വിശ്വാസി പ്രഖ്യാപിക്കേണ്ടതുപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് അവൻ പറഞ്ഞതെങ്കിൽ, അവനക്ക് പിന്നീട് അസമാധാനത്തിന് വഴി നൽകുന്നൊന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന്. അവൻ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരികയില്ല എന്ന്. ആരൊക്കെ തനിക്ക് എതിരാണെന്ന് പറഞ്ഞാലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എനിക്ക് വലുത് എന്റെ റബ്ബാണ്, അവൻ പറഞ്ഞതുപോലെയാണ് എന്റെ ജീവിതം എങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്നിടത്ത് എനിക്ക് താങ്ങായി, തണലായി, ആശ്വാസമായി, പരിഹാരകനായി എന്റെ കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന, എന്റെ ഇണയേക്കാൾ കൂടുതൽ അറിയാവുന്ന, എന്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ അറിയാവുന്ന, എന്റെ പ്രശ്നങ്ങളുടെ സങ്കീർണതകളെ പറ്റി എന്റെ കൂട്ടുകാർക്ക് അറിയാവുന്നതിനേക്കാൾ ഗംഭീരമായി കൊണ്ടറിയാവുന്ന, എന്റെ ഭാവി അറിയുന്ന, വർത്തമാനം അറിയുന്ന, ഭൂതകാലം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബ് അവൻ കൂടെയുണ്ട് എന്ന ഒരാശ്വാസം സഹോദര ചില്ലറയല്ല നമ്മൾ മനസ്സിലാക്കുക. ചില്ലറയല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലാ തഖ്ശൗ നാസ, നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടേണ്ട, വഖ്ശൗനി, നിങ്ങൾ എന്നെ ഭയപ്പെടൂ എന്ന്. ആ ഭയം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തഖ്വ ഉണ്ടാകണം. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ രഹസ്യ ജീവിതം കളങ്കം രഹിതമായിരിക്കണം. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ സാമ്പത്തിക വിശുദ്ധി ഉണ്ടായിരിക്കും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ജീവിത വിശുദ്ധികളും ഉണ്ടാകും. അങ്ങനെയുണ്ടെങ്കിൽ ഒരു ഭാഗത്തും നമ്മൾ തലകുനിക്കേണ്ടി വരൂല. ആരൊക്കെ എന്തൊക്കെ എത്ര വലിയ ശത്രുക്കൾ നമുക്കെതിരെ ചരടുവലികൾ പിരിച്ചാലും തിരിച്ചാലും നമ്മളെ വളഞ്ഞിട്ട് ആക്രമിച്ചാലും സഹോദര, അവർക്ക് മീതെയുള്ള ഒരു റബ്ബ് എന്റെ കൂടെയുണ്ട് എന്നൊരു ചിന്ത, പ്രിയമുള്ളവരെ, എത്ര വലിയ ആശ്വാസമാണ്. ചീറി പറക്കുന്ന റോക്കറ്റുകൾക്കും മിസൈലുകൾക്കും മീതെയാണ് എന്റെ റബ്ബെന്ന ഒരു ചിന്ത, അല്ലേ? അത് എത്ര വലിയ ആശ്വാസമാണ്.
എത്ര വലിയ ആശ്വാസമാണ്. പലസ്തീനികൾ നമ്മൾ കാണുന്നില്ലേ സുഹൃത്തെ? എടുത്തു വന്ന വീഡിയോ പോലെ നമ്മൾ കണ്ടില്ലേ? ഒരു പള്ളിയിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പള്ളിയിലേക്ക് നിമിഷ നേരങ്ങളെ കൊണ്ട് ഒരു മിസൈൽ വരുന്നു, ഛിന്ന ഭിന്നമാകുന്നു. അതിന്റെ ഉള്ളിലെ കഥകൾ നമ്മൾ കണ്ടില്ലേ? കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ? ഒരു മിനിറ്റുള്ള വീഡിയോ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് കാണുമ്പോഴും സഹോദര, അവിടെയുള്ള ആളുകൾ പ്രഖ്യാപിക്കുന്ന വാചകം നമ്മൾ കേട്ടില്ലേ? അല്ലാഹു അക്ബർ. അതെന്താ വാചകത്തിന്റെ അർത്ഥം? എന്താ വാചകത്തിന്റെ അർത്ഥം? എന്താ വാചകത്തിന്റെ അർത്ഥം? ഇതിനുമപ്പുറത്തൊരു റബ്ബുണ്ട്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാം കൃത്യമായി കൊണ്ട് ന്യായവും അന്യായവും കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അതിന് കൃത്യമായ പ്രതിഫലങ്ങൾ നൽകാൻ പോകുന്ന ഒരു ന്യായാധിപന്റെ മുമ്പിലേക്ക് ഞാൻ പോകുന്നവൻ അല്ലാഹു അക്ബറാണവൻ. അവനാണ് എനിക്ക് വലുത്. അവന്റെ നിയമസംഹിതകളാണ്, അവന്റെ വിധികളാണ് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് ഷർറുണ്ടെന്ന് തോന്നിയാലും അതിൽ ഒരു ഖൈറുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കുടുങ്ങി നിറച്ച് റഹ്മാനായ റബ്ബ് വലിയ ആശ്വാസകരമാണ് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ 56 പറയുന്നുണ്ട്, വമയ്യതവല്ലല്ലാഹു വറസൂലഹു വല്ലദീന ആമനൂ ഫഇന്ന ഹിസ്ബല്ലാഹ് ഹുമുൽ ഗാലിബൂൻ. ആരാണ് അല്ലാഹുവിനെ വലിയായി സ്വീകരിച്ചത്, അല്ലാഹുവിനെ ഇഷ്ടമിത്രമായി സ്വീകരിച്ചത്, തന്റെ എല്ലാ കാര്യങ്ങളും പറയാനും ഇറക്കി വെക്കാനും പ്രതീക്ഷിക്കുവാനുമുള്ള ഒരു ഗാർഡിയനായി, ഒരു രക്ഷാധികാരിയായി ആരാണോ അല്ലാഹുവിനെ സ്വീകരിച്ചത്, അല്ലാഹുവിനെയും കൂടെ മറ്റു പല ശിങ്കടികളെയും സ്വീകരിച്ചവനെന്നല്ല ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിനെ ആരാണോ സ്വീകരിച്ചത് അവൻ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമാണെങ്കിൽ സഹോദര, അത് പുലർന്നിരിക്കും. ഈ പവറാണ് ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ വലിയൊരു തീക്കുണ്ടാരം ഒരുക്കി അതിലേക്ക് എടുത്തെറിയപ്പെടുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞു വെച്ച വാചകം ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. അദ്ദേഹത്തിന് അറിയാം പോകുന്നത് തീക്കുണ്ടാരത്തിലേക്കാണ്. അത് അവിടെ പോയ തണുക്കുമെന്നൊന്നും അദ്ദേഹത്തിന് ഒരു ഇമാജിനേഷനും ഇല്ല. പക്ഷെ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന അവനിലാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം അവൻ ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്നെ സഹായിക്കാൻ കഴിവുള്ള, എല്ലാവിധ കാരണങ്ങൾക്കും അപ്പുറത്ത് നിന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ള വലിയ ഒരു റബ്ബന്റെ കൂടെയുണ്ട് എന്ന ചിന്ത സഹോദര എത്ര വലുതാണ്. ആ റബ്ബിന്റെ മുൻപിൽ ഈ തീക്കുണ്ടാരം എത്ര ചെറുതാണ്. അതാണ് ആ ഒരു ആദർശം. അദ്ദേഹം പോയി അല്ലേ? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെയുള്ളവർ പറഞ്ഞു, കഴിഞ്ഞു നമ്മുടെ കഥ, കഴിഞ്ഞു നമ്മുടെ കഥ. പിറകിൽ ഫറോവയും ആയുധ ആയുധധാരികളായ എല്ലാ ടീമും വന്നിട്ടുണ്ട്. ആയുധ സജ്ജരായ ആളുകളുണ്ട്. മുൻപിൽ ആർത്തിരമ്പുന്ന കടലാണുള്ളത്. ഭൗതിക കാരണങ്ങളെല്ലാം തോറ്റുപോയി. പക്ഷേ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാചകം, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീനി. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ തുറന്നു തരും ഒരു മാർഗം. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയോ? അവരുടെ മനസ്സിൽ ഉള്ള റഹ്മാനായ റബ്ബിന്റെ ഫിഗർ ഒന്ന് വേറെയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കേവലം വാചകത്തിൽ ഒതുങ്ങി നിന്നില്ല അവരുടെ ജീവിതം. അതിന് കൂറുള്ള ജീവിതം കാഴ്ചവെച്ചപ്പോൾ, അതിനുള്ള വിശ്വാസത്തിന്റെ ആദർശത്തെ ജീവിതത്തിലേക്ക് എടുത്തു വച്ചപ്പോൾ, ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒരു പരിഹാരമായി മറ്റാരും പിറകിൽ വന്ന് തലോടാനില്ലെങ്കിലും, എന്താണെന്ന് ചോദിക്കാനില്ലെങ്കിലും, അനക്കെന്തെങ്കിലും വേണമെന്ന് ചോദിക്കാനില്ലെങ്കിലും, എന്റെ റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ട്, അവനാണ് വലിയവൻ, അവനിക്ക് മുഖവില കൊടുത്തുകൊണ്ടാണ് എന്റെ ജീവിതമെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ അവൻ തന്നെ ധാരാളമാണ്. ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ. അത് പറയാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാവിൻ തുമ്പത്ത് നിന്ന് ഇൻഷാ അല്ലാഹ് അത് മനസ്സിലേക്ക് ഇറങ്ങട്ടെ എന്നാണ് വീണ്ടും വീണ്ടും പറയുവാനുള്ളത്. അല്ലാഹു അക്ബർ എന്നതൊരു കേവല വാക്കല്ല, അതൊരു ആദർശ പ്രഖ്യാപനമാണ്, അതൊരു ജീവിതക്രമമാണ്. ഏത് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴും അല്ലാഹു അക്ബർ, അവൻ എനിക്ക് നൽകിയതാണ്. അഹന്തയില്ല, അഹങ്കാരമില്ല, നന്ദിയുള്ള വല്ലാത്തൊരു വാക്കാണത്. തൗഹീദ് ഉൾക്കൊണ്ട, സുന്നത്ത് ഉൾക്കൊണ്ട, നന്ദി നിറഞ്ഞ, വിനയം കലർന്ന വല്ലാത്തൊരു പ്രഖ്യാപനമാണത്.
ഇൻഷാ അല്ലാഹ് പ്രയാസങ്ങളിൽ റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ വാചകങ്ങളെ ദിക്ർ കണക്കെ തന്നെ നമ്മൾ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വമാണ് നമ്മൾ 4 ഖുത്ബകളിലായി കൊണ്ട് കേട്ടത്. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞു മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇത് 4 ഒരുമിച്ച് ചൊല്ലണമെന്നാണ്. പടച്ച റബ്ബിന് ഇഷ്ടമുള്ള 4 വാചകത്തെ ഇരുന്ന ഇരിപ്പിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഓരോ തവണ പറയുമ്പോഴും നമ്മൾ കേട്ട കാര്യങ്ങൾ പരമായി നമ്മൾ ഓർത്തെടുക്കുക. ആശയം മനസ്സിലാക്കി പൊരുൾ ഉൾക്കൊണ്ട് ഹൃത്തടത്തിലേക്ക് ചേർത്ത് വെച്ച് ഓരോ വാചകങ്ങളും ഉരുവിടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളായ അടിമകൾ ഉൾപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അവൻ നമ്മോട് പറഞ്ഞ ചെറുതും വലുതുമായ കർമ്മങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ ഭാഗ്യവന്മാരെ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. രോഗം കൊണ്ടും മറ്റു ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ അവരെക്കാൾ കൂടുതൽ അറിയാവുന്ന നീ അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.